നിനക്ക് ഞാൻ ആരാണ്? ഒരിക്കലെങ്കിലും മനസ്സിലൂടെ ഈ ചോദ്യം കടന്നുപോയിട്ടുണ്ടാകാം. എക്കാലവും നമുക്കൊപ്പം ഉണ്ടാകും എന്ന് കരുതുന്ന വ്യക്തികളോട് ചോദിക്കാനായിട്ട്. ഒരുപക്ഷെ ആ ബന്ധം നഷ്ടമാകുമ്പോൾ നിനക്ക് ഞാൻ ആരായിരുന്നു എന്ന തിരച്ചിലാകാം നടത്തുന്നത്. ലൈഫിൽ എല്ലാ ഹാപ്പിനെസ്സും ഉണ്ടാകുമ്പോൾ, നാം എല്ലാം നേടി നിൽക്കുമ്പോൾ, ആഹ്ലാദിക്കാൻ, ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ നമ്മൾ തളർന്നു നിൽക്കുമ്പോൾ, നമ്മുടെ കാലം നിടറുമ്പോൾ, കരയാൻ നമ്മൾ മാത്രമായി അവശേഷിക്കുമ്പോൾ, അപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിയാകും ഇത്തരം ഒരു ചോദ്യം ചോദിക്കുക. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ മറുപടി പറയാൻ കഴിയണമെന്നുമില്ല. എന്നിരുന്നാൽ പോലും നാം ഒരു കാര്യം മനസ്സിലാക്കുക. കാലം ആ വ്യക്തിക്ക് ഒരുപാട് പേരുകൾ കരുതി വെച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ മികച്ച സൗഹൃദം എന്ന് വിളിക്കാൻ, ഒരുപക്ഷെ ലൈഫ് പാർട്ട്ണർ എന്ന് വിളിക്കാൻ, ഒരുപക്ഷെ അത് നമ്മുടെ സാഹോദര്യം തന്നെയായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ആ വ്യക്തി ഏറ്റവും മികച്ച ഇമോഷണൽ സപ്പോർട്ടാണ്. ഏതൊരു വ്യക്തിക്കും തൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ, തനിക്ക് വളരെ സേഫായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, തനിക്ക് വൾണറബിൾ ആകാൻ, ഏറ്റവും ദുർബലമാണ് താൻ എന്ന് കാട്ടാൻ ഒരിടം ആവശ്യമാണ്. ആ ഇടം നൽകിയ വ്യക്തിയാണ് ആ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മെ കേട്ടിരിക്കാൻ ആ വ്യക്തി ഉണ്ടാകും എന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കറിയാം അവർ നമ്മെ മനസ്സിലാക്കും, അവർ നമുക്ക് വേണ്ടത്ര വില നൽകും എന്ന്. ഒരുപക്ഷെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കില്ല. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് നൽകിയ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകുമല്ലേ. ആ വ്യക്തിയെ ഉള്ളു നിറയെ സ്നേഹിക്കുക. ഒരുപക്ഷെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ഇല്ല, അല്ലെങ്കിൽ ആ ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ പോലും മനസ്സ് നിറയെ ആ വ്യക്തിയോട് നന്ദി തോന്നുക. You deserve a positive life. Let's transfer to inspire.